ഹിന്ദി പഠിക്കാൻ വന്നവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതിനു മുൻപുള്ള ഒരു വീഡിയോയുടെ തുടർച്ചയാണ്. ചിലർ ചില നല്ല ചോദ്യങ്ങൾ കമന്റിലൂടെ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി മറ്റൊരു വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം. ശരിയായ സംശയത്തിനും നല്ല ചോദ്യങ്ങൾക്കും തീർച്ചയായും മറുപടി ലഭിച്ചിരിക്കും. നമ്മുടെ അകത്തുള്ള ഫീലിങ്സ് എങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞ് വാക്യങ്ങളിലൂടെ വ്യക്തമാക്കാം എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്തുള്ള ഫീലിങ്സ് വാക്കുകളിലൂടെ പുറത്തു വരുന്നു. ഹിന്ദിയിൽ എങ്ങനെ പറയാം? ആ പൂർത്തിയാകാത്ത വീഡിയോയുടെ തുടർച്ചയാണിത്. ഇതിൽ പൂർണ്ണമാക്കാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും തുടരുന്നതായിരിക്കും. മലയാളത്തിലെ സമാധാനം എന്ന വാക്കിന് തുല്യമായി ഹിന്ദിയിൽ ഉപയോഗിക്കാവുന്ന വാക്ക് ശാന്തി. ഇളക്കപ്പെരുക്കമില്ലാത്ത ഒരവസ്ഥയാണ് കാണിക്കുന്നത്. ആ മനുഷ്യന് സമാധാനമില്ല. ഇത് ഹിന്ദിയിൽ പറയുമ്പോൾ ആ മനുഷ്യന് വേണ്ടി ഉസ് ആദ്മി കോ, വേണമെങ്കിൽ ഉസ് മാറ്റി വഹ് ചേർക്കാം, വഹ് ആദ്മി കോ. ഇനി വാക്യത്തിൽ ഒരു ചേർത്താൽ എങ്ങനെയായിരിക്കും? ആ മനുഷ്യന് ഒരു സമാധാനവും ഇല്ല. ഉസ് ആദ്മി കോ കോയി ശാന്തി നഹി ഹേ. അപ്പോൾ മലയാളത്തിൽ ഒരു വന്നപ്പോൾ ഹിന്ദിയിൽ കോയി ആയി. ഇനിയും മനുഷ്യന്റെ സ്ഥാനത്ത് വ്യക്തിയായിരുന്നുവെങ്കിൽ ഇൻസാൻ എന്ന് പറഞ്ഞേനെ. വഹ് ഇൻസാൻ കോ കോയി ശാന്തി നഹി ഹേ. ആ വ്യക്തിക്ക് ഒരു സമാധാനവും ഇല്ല. ആ അമ്മാവന് സമാധാനമുണ്ട്. അമ്മാവന് വേണ്ടി രണ്ട് ചാ പറയാം. ചാ ച ചാച്ച, വഹ് ചാച്ച. സംസാരത്തിൽ ഓ ചാച്ച, ഓ ചാച്ചാക്കോ ശാന്തി ഹേ. ആ അമ്മാവന് സമാധാനമുണ്ട്. ഇത് മറ്റൊരു രീതിയിൽ കൂടെ പറയാം. പാസ് ചേർത്ത് പറയാം. അമ്മായി ചേർത്ത് പറഞ്ഞു നോക്കാം. മലയാളത്തിലെ അമ്മായി. അമ്മായിയുടെ പക്കൽ സമാധാനമില്ല. അമ്മാവന് നമ്മൾ രണ്ട് ചാ പറഞ്ഞു. ഇവിടെ ഒരു ചായും ഒരു ചീയും ആകുമ്പോൾ ചാച്ചി, ചാച്ചിക്കോ. ചാച്ചിക്ക് പാസ്, അമ്മായിയുടെ പക്കൽ അല്ലെങ്കിൽ അമ്മായിക്ക്. ശാന്തി നഹി ഹേ, സമാധാനം ഇല്ല. ഉസ് ചാച്ചിക്ക് പാസ് ശാന്തി ഹേ എന്ന് പറഞ്ഞാൽ ആ അമ്മായിക്ക് സമാധാനമുണ്ട് എന്നുമാണ്. ക്യാ ഉസ് ചാച്ചിക്കോ ശാന്തി ഹേ എന്ന് ചോദിച്ചാൽ ആ അമ്മായിക്ക് സമാധാനമുണ്ടോ എന്ന ചോദ്യമാണ്. ഇനിയും ഒരാൾ മറ്റൊരാളോട് നിന്റെ കൂട്ടുകാരിയുടെ ഭർത്താവിന് സമാധാനമുണ്ടോ? കൂട്ടുകാരിയുടെ ഭർത്താവിന് ദോസ്ത് ക പതി, പതി ഭർത്താവ്. ചോദ്യമായതുകൊണ്ട് ക്യാ പറഞ്ഞാണല്ലോ ആരംഭിക്കുന്നത്. ക്യാ തേരാ ദോസ്ത് ക പതി കോ ശാന്തി ഹേ. നിന്റെ കൂട്ടുകാരിയുടെ ഭർത്താവിന് സമാധാനമുണ്ടോ? പതി എന്ന വാക്ക് ഉപയോഗിക്കാതെ ആത്മി എന്ന വാക്ക് ഉപയോഗിക്കുന്നവരുമുണ്ട്. ക്യാ തേരാ ആത്മി, ആത്മി കെ പാസ്, പതിക്ക് അല്ലെങ്കിൽ പതിയുടെ പക്കൽ. ആത്മി കെ പാസ്, ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പക്കൽ. അപ്പോൾ ഏതൊരു ചോദ്യമായാലും ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഹാ പറയാം അല്ലെങ്കിൽ നാ പറയാം. ഹാ പറഞ്ഞ് വേണേ ഒരു വാക്ക് കൂട്ടിച്ചേർക്കാം, നാ പറഞ്ഞും ഒരു വാക്ക് കൂട്ടിച്ചേർക്കാം. അത് നിർബന്ധമില്ല. ശാന്തി ഹേ നഹി, ശാന്തി നഹി ഹേ, ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കേണ്ടതായ ഒരു വലിയ ഗുണമാണ് സമാധാനം. അതിൽ ഹിന്ദിയിൽ ശാന്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നു.